കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കൂട്ടസ്ഥലമാറ്റം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി. നിലവിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത സ്ഥിതിയാണ്. ദിവസേന ചികിത്സയ്ക്കെത്തുന്നതാകട്ടെ 1000-ൽ പരം രോഗികളും. വയനാട് മെഡിക്കൽ കോളേജിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 7 സീനിയർ റെസിഡന്റ് ഡോക്ടർമാരെ വീതം ഓരോ മാസത്തേക്ക് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ഫെബ്രുവരി 22 മുതൽ മെയ് 21 വരെയുള്ള 21 പേരുടെ പട്ടിക സഹിതം മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി കഴിഞ്ഞു. കോഴിക്കോട് തന്നെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന പരാതി നിലനിൽക്കെയാണ് ഡോക്ടർമാരുടെ ഈ കൂട്ട സ്ഥലം മാറ്റം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന ഈ സന്ദർഭത്തിൽ കാഷ്വാലിറ്റിയിലായാലും ഒ പിയിലായാലും തന്നെ വാർഡുകളിൽ പോലും ഡോക്ടർമാരില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ആളുകൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെ പറ്റി നമുക്ക് പോലും ആലോചിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം. പകരം ഡോക്ടറെ നിയോഗിച്ചിട്ട് വേണ്ടിയിരുന്നു ഇവിടെയുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാതെ ഉണ്ടാവുന്ന പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് കാണേണ്ടതുണ്ട്. അതേസമയം ജോലിയിൽ പ്രവേശിക്കാതെ മാറി നിൽക്കുന്നവർക്കെതിരെ സീനിയർ റെസിഡൻഷിപ്പ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാതെയുള്ള ഈ നീക്കം കൂടുതൽ ബാധിക്കുക സാധാരണക്കാരായ രോഗികളെയാണെന്നും മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി പറയുന്നു. ജനം, കോഴിക്കോട്.